കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശാരിയെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു യാമിനി. ശാരിയോട് പറഞ്ഞു, നിങ്ങൾ നാണമില്ലേ, നിങ്ങൾ വീണ്ടും വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരുമോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേന്ന് ചോദിക്കണം. പിന്നെ അങ്ങനെ ഇപ്പൊ നീ കൂടുതൽ ഒന്നും എന്നോട് പറയണ്ട, നീ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറയണം. അല്ലെങ്കിൽ നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയണേ, നീ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ യാമിനി പറഞ്ഞു, വേലക്കാരിയാണോ അല്ലേ എന്നൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാവുന്ന പറയാം. ശാരി പറഞ്ഞു, അതെ അങ്ങനെയൊന്നും ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല, ഇവിടെ ചില അഴിച്ചുപണികളും കൂടെ നടത്താറുണ്ടെന്ന് പറയും. ഇത് കേട്ടപ്പോ രാമന് പറഞ്ഞു, നീ ഇനിയിപ്പൊ എന്തൊക്കെ അഴിച്ചുപണി നടത്താനായിട്ടാ, നീ കുറെ കാലം രഘുമാടത്തിനെ ചന്ദ്രസേന സാറിന്റെയും കൂടെ അകറ്റി നിർത്തിയില്ലേ, ഇപ്പൊ കണ്ടില്ലേ അവർ രണ്ടുപേരും ഒന്നായേക്കെന്ന് കണ്ടില്ലേ, ഇനി നിനക്ക് ഒന്നൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. പിന്നെ ചെയ്യാൻ പറ്റില്ല, ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടു, ഇത് ഞാൻ ഉറപ്പായിട്ടും പോയി പറഞ്ഞു കൊടുക്കൂന്ന് പറയാണ് രൂപമാടത്തിനോട്, അതോടൊപ്പം തന്നെ ചന്ദ്രസേന സാറിനോടൊന്ന് പറയണം. പെട്ടെന്ന് ശാരി, നീ എന്ന് പറഞ്ഞു കൊടുക്കടി, നീ എന്ന് പറഞ്ഞു കൊടുക്ക, അധികം വൈകാതെ കണ്ടു ഞാനും എന്റെ രാഹുലേട്ടനും എന്റെ മോളും കൂടെ ഇവിടെ വന്ന് താമസിക്കും, എല്ലാത്തിനും ഞാൻ ഇവിടുന്ന് പറത്തു, ആദ്യം ഞാൻ നിന്നെ ആയിരിക്കും ഇവിടുന്ന് പറത്തുന്നതെന്ന് പറയണം. യാമിനി പറഞ്ഞു, നമുക്ക് കാണാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നേ കിരണും കല്യാണിയും ദീപ സംസാരിച്ചുകൊണ്ടിരിക്കും. ദീപ പറഞ്ഞു, മോന്റെ അമ്മയോടൊന്ന് സൂക്ഷിക്കാൻ പറയണം, അറിയാലോ ഇപ്പൊ സ്വത്തുക്കളൊക്കെ സോണിന്റെ പേര് കരുതി കൊടുത്തതിന്റെ വാശിയും വൈരാഗ്യം അവർക്ക് കാണും, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണിയും പറഞ്ഞു, ശരിയാ കാര്യങ്ങളൊക്കെ അറിയാം, അയാൾ ഇനിയിപ്പം എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല, അയാൾ മാത്രമല്ല അയാളുടെ ഭാര്യ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദീപം പറഞ്ഞു, ശരിയാണ്, അവരതിനകത്ത് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ അടുത്ത് ഒട്ടിപ്പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വേറെ എന്തോ ഒരു പ്ലാൻ ചെയ്തോണ്ടാ ചെന്നിരിക്കുന്നത്. ഒരു പക്ഷേങ്കില് അവിടെ നടക്കുന്ന എന്തൊക്കെയാന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ശാരി അങ്ങോട്ട് എന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് സൂക്ഷിക്കുന്നല്ല എന്ന് പറയാണ്. ഈ സമയത്ത് കല്യാണിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. കല്യാണി കോൾ എടുത്ത് നോക്കുമ്പോ അമ്മയാണ്. എന്താ അമ്മേ, എന്താ വിളിച്ചെന്ന് ചോദിക്കണം. മോൾ ആ ടി വി ഒന്ന് വെച്ച് നോക്കാൻ പറയണ. എന്താ അമ്മേ, വെച്ച് നോക്ക്. അങ്ങനെ ടി വി വെച്ച് നോക്കണം. ടി വി വെക്കുമ്പോഴാണെങ്കിലോ അതിനകത്ത് കേൾക്കുന്ന ഒരു ഹാപ്പി ന്യൂസ് ആയിരുന്നു കേൾക്കുന്നത്. മറ്റൊന്നുമല്ല, കല്യാണിക്ക് പെയിന്റിങ്ങിന് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയെന്നുള്ള. അത് കേട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി കിരണിനും കല്യാണിക്കും എല്ലാവർക്കും. ഈ സമയത്ത് കിരൺ പറഞ്ഞു, കൊള്ളാല കല്യാണി, നീ പൊളിച്ചടിക്കില്ലോ എന്ന് പറയാണ്. ഇനിയിപ്പൊ അറിയാൻ പോന്നേ നമ്മുടെ കമ്പനിയുടെ MD ആയിട്ടല്ല നീ അറിയപ്പെടാൻ പോന്നേ. ഇനിയിപ്പൊ അത് മാത്രമല്ല, നീ ഒരു വലിയ പെയിന്റിങ്ങിന് ഇന്റർനാഷണൽ അവാർഡും കൂടെ മേടിച്ചില്ലേ, അതിന്റെ പേരിലായിരിക്കും നീ ഇനിയിപ്പൊ അറിയപ്പെടാൻ പോകുന്ന പറയാണ്. ഈ സമയത്ത് കല്യാണിന്റെ ഫോൺ ബെല്ലടിച്ചു. അങ്ങനെ കല്യാണിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ വിളിച്ചായിരുന്നു. കിരൺ ചോദിച്ചു, ആരാ കല്യാണി വിളിച്ചേ? സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ വിളിച്ചത്, അഭിനന്ദനം അറിയിച്ചോണ്ട് വിളിച്ചെന്നാണ്. എല്ലാവർക്കും സന്തോഷമായി. കിരൺ പറഞ്ഞു, ഇനിയിപ്പം ഞാൻ അറിയപ്പെടാൻ പോന്നേ നിന്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോണേന്ന് പറയാം. കല്യാണി പറഞ്ഞേ, അങ്ങനൊന്നുമില്ല, അങ്ങനെ എന്നെ അങ്ങോട്ട് പുകഴ്ത്തണ്ടെന്ന് പറയണം. ദേവി പറഞ്ഞു, എന്നാലും ഇത്രയും നല്ലൊരു സന്തോഷം, അതും എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്ന് പറയണം. പെട്ടെന്ന് കിരൺ പറഞ്ഞു, ശരിയാ, ഇത്രയും നല്ലൊരു സന്തോഷം ഈ അടുത്ത കാലത്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയതിൽ വെച്ച് സന്തോഷങ്ങൾ വെച്ച് ഏറ്റവും നല്ലൊരു സന്തോഷം എന്ന് പറയാണ്. പിന്നീട് കല്യാണിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി ഉമ്മ വെക്കുകയാണ്. ഈ സന്തോഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മേഘനയ്ക്കും സന്തോഷമായി. മേഘന എന്ത് ചെയ്യണം, വന്ന് കല്യാണിനെ അഭിനന്ദിക്കുന്നൊക്കെയുണ്ട്. കല്യാണിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇത് കണ്ടു കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ദീ പറഞ്ഞു, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും സരയുവിന് ശാരിക്കും മരിക്കാൻ വല്ല അറ്റാക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കിരൺ പറഞ്ഞു, അവർക്ക് മാത്രമല്ല, ഇതൊക്കെ കാണണ്ടും കേൾക്കേണ്ട ആള് മറ്റാരുമായിരുന്നു, പ്രകാശനും വിക്രമും. വിക്രം ജയിലിലായി, പ്രകാശൻ ഹോസ്പിറ്റലുള്ളോ. ഇവളുടെ അച്ഛന് അധികം വൈകാതെ തന്നെയൊക്കെ അറിയും. മകനെ രാജകുമാരനെ പോലെ ആക്കി വലിയ നിലയിലാക്കണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ലേ, എന്നിട്ട് ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ നടന്ന ആർക്കാ, അവര് ചവിട്ടി തേച്ച മകൾക്കല്ലേന്ന് ചോദിക്കുകയാണ്. ദീപം ശരിയാണ്, എന്റെ മോള് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്, ഒരു പഠിക്കാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല. തൊഴുത്തും കൂട്ടി കിടത്തിയിരുന്ന സമയത്തും തൊഴുത്തിന്റെ ചുവരിലൊക്കെ ചിത്രം വരയ്ക്കുമായിരുന്നു അവള്. പക്ഷെ അതിന്റെ പേരിൽ ഇവൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്. അവളാണ് ഇത്രമാത്രം ഉയർന്നു വന്നേ. അതൊക്കെയാണ് ദൈവത്തിന്റെ ഒരു നിയോഗം എന്ന് പറയുന്നത്. ദൈവം കല്യാണിന്റെ പ്രാർത്ഥന അന്ന് കേട്ടു. അതാണ് ഇപ്പം മകനെ അത്രമാത്രം കൊഞ്ചിച്ചു വളർത്തിയ അച്ഛൻ ഹോസ്പിറ്റലും മകൻ ജയിലിലും കിടക്കുന്ന സമയത്ത് തന്നെ കല്യാണിക്ക് ഇത്രയും നല്ലൊരു സന്തോഷം കിട്ടിയിരിക്കുന്നു പറയാണ്. ഈ സമയത്ത് ടി വി വെച്ച് കണ്ടുകൊണ്ടിരുന്ന സരയു പെട്ടെന്ന് ഈ കാഴ്ച കാണുവാണ്. കല്യാണിക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയെന്നു. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ സരയു എന്ത് ചെയ്യണം, ആ ടി വി അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. ടി വി ഷോ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റു. ആ സമയത്ത് രാഹുൽ അങ്ങോട്ട് വന്നിട്ട്, എന്ത് പറ്റും മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിക്കണം. ഇത് കൂടുതൽ ഇനി എന്ത് പറ്റാനാ, അവളുണ്ടല്ലോ
ആ കല്യാണി അവൾക്ക് പെയിന്റിങ്ങിന് ഇന്റർനാഷണൽ അവാർഡ് കിട്ടി പോലും. എനിക്കോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരയുവിനോട് രാഹുല് പറഞ്ഞു, അത് നിന്റെ കയ്യിലിപ്പോണ്ടല്ലേ മോളെ, നീ ആയിട്ട് തെരഞ്ഞെടുത്ത നിന്റെ ജീവിതം. ആ കിരണ് അവനെ അവൾ ചേർത്ത് പിടിക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴീ അംഗീകാരമൊക്കെ നിനക്കായിരുന്നു കിട്ടേണ്ടത്. എന്നിട്ടിപ്പോഴോ എങ്ങനെയായെന്ന് ചോദിക്കുകയാണ്. എന്നാലും വെച്ചാ എനിക്കൊന്നും കിട്ടിയില്ലോ എന്ന് പറയാണ്. പെട്ടെന്നാണ് അതിലൂടെ അങ്ങോട്ട് മനോഹർ വരുന്നുണ്ട്. മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ രാഹുലിനോട് പറഞ്ഞു, അതെ അച്ഛൻ ദൈവത്തെ ഓർത്തിനി ഒന്നും മിണ്ടായിരിക്കും നല്ലതെന്ന് പറയണം. ചേട്ടൻ രാഹുൽ പറഞ്ഞു, നിനക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താ, അതെ ഇവനെപ്പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. സരയും മനോഹർ അന്തം വിട്ടാണ് രാഹുലിനെ നോക്കുന്നത്. മനോഹറിന് മനസ്സിലായി തനിക്കിട്ട് പതുക്കൊരു പണി തന്നാന്നുള്ള കാര്യം. അപ്പൊ സരയു പെട്ടെന്ന്, അച്ഛൻ കളിയാക്കിയതല്ലേന്ന് ചോദിക്കണം. അല്ലാതെ പിന്നെ അതെ അതെ, ഇങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഇനിയിപ്പം അച്ഛനെ ഞാന് കൊണ്ടുപോയി ഇനിയിപ്പം വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിൽ ഇരണ്ട വരുമെന്നാ തോന്നുന്നതെന്ന് പറയാണ്. അച്ഛൻ വീണ്ടും കളിയാക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. അച്ഛൻ എന്ത് പറഞ്ഞാലും അവസാനം ഈ മനുവേട്ടനെ കുറ്റപ്പെടുത്താനേ സമയമുള്ളല്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് സരയു കയറി പോവാണ്. ഈ കാഴ്ച കണ്ട മനോഹർ പറഞ്ഞു, അതെ അമ്മായിച്ച കൂടുതൽ നേരം ഭരിക്കാൻ വരണ്ട കേട്ടോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോള് തന്നെ പറഞ്ഞിട്ട് പോയല്ലോ, നിങ്ങൾ ഇനിയും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടുമെന്ന്. മോള് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഷോക്ക് അടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യിക്കും. അത് വേണോന്ന് ചോദിക്കുകയാണ്. അതെടാ നീ എന്നെ കൊണ്ടുപോയിട്, പക്ഷെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നിന്നെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കൂന്ന് പറയാം. ഇത് കേട്ട് മനോഹർ പറഞ്ഞു, നിങ്ങൾ എന്ത് പൊളിച്ചെടുക്കാനാ, നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞ അവരാരും വിശ്വസിക്കില്ല. പക്ഷേങ്കില് താരാനിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളും നിങ്ങളുടെ ഭാര്യയും വിശ്വസിക്കും. പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. താരാന്റെ ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് അവരുടെ സ്വന്തം മോളെ സരയു എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടുകാരും വിശ്വസിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കും. പിന്നീട് നിങ്ങളുടെ ജീവിതം തകർന്ന് അമ്മായിച്ച അത് വേണോ? അധികം വൈകാതെ അത് ഉണ്ടാവുന്ന തോന്നിയെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് കയറി പോവാണ്. ഇടിവെട്ടേറ്റവനെ പോലെ രാഹുൽ നിൽക്കുവാണ്. രാഹുലിന് മനസ്സിലായി ഇവൻ ഇനി അതും ചെയ്യും, എന്തിനും സന്നദ്ധനായിട്ടാണ് ഇവൻ നിൽക്കുന്നത്. ഇവനെ പിണക്കിക്കൂടാ. അങ്ങനെ പിണക്കിയിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം തീരുമെന്ന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്ന രൂപയും ചന്ദ്രസേനനും മറ്റേ ശാരിയും യാമിനി എല്ലാരും കൂടി ഇരിക്കുന്നു. അവരെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കല്യാണിയെ കുറിച്ചായിരുന്നു, കല്യാണിന്റെ അവാർഡിനെ കുറിച്ചൊക്കെ ആയിരുന്നു. രൂപയോട് പറഞ്ഞു, എന്നാലും ഈ സമയത്തിന് മോൾക്ക് അവാർഡ് കിട്ടിയില്ല. പാവം എത്രമാത്രം കഷ്ടപ്പെട്ടതാ. അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടന് അത്ര ക്രൂരത ചെയ്തിട്ട് പോലും അവൾ ഈ നിലയിൽ ഉയർന്നു വന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഒരു നല്ല അംഗീകാരം തന്നെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അറിയപ്പെടാൻ പോകുന്ന കിരൺ അറിയപ്പെടാൻ പോകുന്ന അവളുടെ പേരിൽ അറിയപ്പെടാൻ തോന്നുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാരിക്കങ്ങ് സഹിച്ചില്ല. ശാരി മനസ്സിലാണ് ദേഷ്യ സങ്കടമായിരുന്നു, എന്നാലും പുറമേ അത് കാണിച്ചില്ല. ശാരി പറഞ്ഞു, അതൊക്കെ കല്യാണുമ്പോളുടെ നല്ല മനസ്സും കൊണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് യാമിനോട്, നിങ്ങളധികം പൊക്കുമൊന്നും വേണ്ട, നിങ്ങൾ അകമേ വേറെ വല്ലതും വെച്ചിട്ട് ദേഷ്യം വെച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും, ഞങ്ങൾ ചോറ് തന്നെയാ കഴിക്കണേന്ന് പറയാണ്. രൂപ പറഞ്ഞു, ഇതേ നിന്റെ ഈ വർത്താനം ഉണ്ടല്ലേ യാമിനി, നീ ഇത് നിർത്തിക്കോണമെന്ന് പറയണം. പിന്നെ ഞാനങ്ങ് നിർത്താൻ പോണു. രൂപയുടെ യാമിനി പറഞ്ഞു, കേട്ടില്ലേ, ഇവരുടെ ഈ വാക്കുകളൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ കൊച്ചമ്മേ. ഇവര് മനസ്സിലൊന്നും പുറമേ വേറൊന്നും കാണിക്കണേന്ന് പറയാണ്. എന്തേ യാമിനി, നീ കളിച്ച് കൂടുതലൊന്നും കളിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത് പറയാണ് യാമിനീനെ. പിന്നീട് രൂപയോടായിട്ട് പറഞ്ഞു, അതെ നമുക്കിതൊന്നും ആഘോഷിക്കണ്ടേ രൂപ, നമുക്ക് പായസം വെച്ച് ആഘോഷിക്കണ്ടേ. ഞാൻ പായസം വെക്കാന്ന് ശാരി പറയണം. ഇത് കേട്ടപ്പോ യാമിനി, വേണ്ട അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും നിങ്ങൾ കയറണ്ട. നിങ്ങൾ കേട്ടണ മിക്കവാറും അതിനകത്ത് വല്ല വിഷം കലക്കിയായിരിക്കും ഞങ്ങൾക്ക് തരുന്നേ. അതിന്റെ ആവശ്യമില്ല. അതെ പായസമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, ഞാൻ ആഘോഷിച്ചോളാന്ന് പറയണം. വേണമെങ്കിൽ ഇച്ചിരി കുടിക്കാൻ തരും, അത് കുടിച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്ന് പറയണം. മുഖത്ത് അടിയേറ്റ പോലെ ആയിപ്പോയി ശാരിക്ക് എന്തേലും പറയാൻ പറ്റുമോ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ. കിരണും കല്യാണിയും വന്നു കഴിഞ്ഞപ്പോ തന്നെ ശാരിയുടെ മുഖം അങ്ങോട്ട് മാറി, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. രൂപയ്ക്കും ചന്ദ്രസേനും സന്തോഷമായി. കല്യാണി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നാലും മോളെ, നിനക്ക് ഈ അവാർഡൊക്കെ കിട്ടിയത് സന്തോഷമായെന്ന് പറയാം ഞങ്ങൾക്ക്. കല്യാണി പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു അമ്മ, എന്നാലും കിട്ടിയില്ലോ, സന്തോഷമായി. ഇനിയിപ്പോ കിരണേട്ടനും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാലോ എന്ന് പറയണം. കിരൺ പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ അറിയപ്പെടാൻ പോകുന്നതേ ഇവളുടെ പേരിലാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ, കേക്ക് മുറിച്ച് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കും. പിന്നെ വേണ്ടേന്നോ, നമുക്ക് ആഘോഷിക്കണം, ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണമെന്ന് പറയാണ്. ചന്ദ്രസേനൻ പറഞ്ഞു, പ്രകാശനും അവന്റെ മോനും കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. കല്യാണി ആ മാതിരി ഉപദ്രവിച്ചല്ലേ, അവസാനം എന്താ ചെയ്തേ, അവളെ ജയിലിലാക്കാൻ ശ്രമിച്ചില്ലേ, എന്നിട്ടിപ്പം അവൻ ജയിലിൽ കിടക്കുന്നു. കല്യാണിക്കാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഉയർച്ച ഉണ്ടാവുന്നുള്ളെന്ന് പറയാണ്. ആകപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണ് ഈ സമയത്ത്.
ശാരി പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ എൻ്റെ മോൾക്കും മരുമോനും ഭയങ്കര സന്തോഷമാവെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കിരൺ ചോദിച്ചു ആർക്ക്? സരയുവിനും മനോഹറിനും. അതെ. ആഹാ, മനോഹറിന് സന്തോഷമാകുമോ അതോ ഇപ്പൊ സരയുവിന് സന്തോഷമാവുമെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞിട്ട് അതെന്താ കിരണ നീ അങ്ങനെ ചോദിച്ചേ? ഇല്ല, നിങ്ങളുടെ മോളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. നീ അങ്ങനെയൊന്നും പറയരുത് കിരണേ. എൻ്റെ മരുമോനെ കുറിച്ച് നിനക്കറിയാലോ, അവന് പാവ, അവനെപ്പോലെ ഒരു നല്ലൊരു പയ്യനെ എൻ്റെ മോൾക്ക് കിട്ടാൻ ഇനി ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ശരിയാ ശരിയാ, നിങ്ങളുടെ മരുമോന് അവന്റെ നല്ലത്ര സ്വഭാവം ഇവിടെ വേറെ ആർക്കും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട ശാരി ചോദിച്ചു അതെന്താ കിരൺ നീ അങ്ങനെ പറഞ്ഞ? കുത്തി പറഞ്ഞ് ഞാൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നേ ശാരി വിളിക്കുവാണ് സരുവിനെ. സരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ മോളെ, നിൽക്കും എല്ലാം അറിഞ്ഞമ്മേന്ന് പറയണം. ഇവിടെ ഭയങ്കര ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക, കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്ന് പറഞ്ഞോണ്ടേ ഇരിക്കണേ. അവരെ ആഘോഷിക്കട്ടെ അമ്മേ, ആ ആഘോഷത്തിന് അധികം ആയുസ് ഉണ്ടാവില്ലെന്ന് പറയണേ. അമ്മേ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? ഒന്നും അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല മോളെ. എന്നാലും ഒരു കാര്യം ഉറപ്പാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാ കാര്യങ്ങള്. ഇവറ്റകളെല്ലാം നല്ല അടുപ്പത്തിലാ, അച്ഛനെ പറ്റിച്ചോണ്ടിരിക്കുവെന്ന് പറയാണ്. അങ്ങനെയാണ് ഒന്നിനെയും വെറുതെ വിടല്ലമ്മേ. ആ രൂപാജിനെ കണ്ടോ? അവരിങ്ങനെ അവർ ഒന്നിച്ചെങ്കിൽ നമ്മളെ വഞ്ചിച്ചോണ്ടിരിക്കുവാണെങ്കിൽ നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടുമ്പോ ശാരി പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. രൂപ നമ്മളെല്ലാരും പറ്റിക്കുവാണെങ്കിൽ രൂപയ്ക്കിട്ട് നല്ല പണി കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചെന്ന് പറയാം. ശരി മോളെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ശാരി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.